കേറ്ററിംഗുകാർക്കും അതേപോലെ തന്നെ ബിരിയാണി സെൻറ്ററുകാർക്കൊക്കെ പറ്റിയ ഒരു കിഡിലെ അച്ചാർ, അതായത് പൈനാപ്പിൾ ആയിട്ട് നല്ലൊരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കേട്ടോ. അതായത് ബിരിയാണി കുറച്ച് ടേസ്റ്റ് ഇല്ലെങ്കിലും ഈ അച്ചാറിൻ്റെ രുചിയിൽ അതൊക്കെ കണ്ട ആൾക്കാർ മറക്കൂട്ടാ. അങ്ങനത്തെ ഒരു അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. 1.5 കിലോ വരുന്ന അധികം പഴുക്കാത്ത പൈനാപ്പിൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും കൂടാണ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് നൈസായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ, വല്ലാതെ കുഴക്കരുത്, അപ്പോൾ പൈനാപ്പിൾ ഉടഞ്ഞു പോകും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിന് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി അരച്ചതോ ചതച്ചതോ അരിഞ്ഞതോ എന്ത് വേണമെങ്കിലും ആവട്ടെ. എന്നിട്ട് അതൊന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം 50 ഗ്രാം കാശ്മീരി ചില്ലി പൗഡർ അതിലിട്ടിട്ട് ഒന്നും കണ്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഉപ്പ് കുഴച്ച് വെച്ച പൈനാപ്പിളിലേക്ക് ആ മസാലക്കൂട്ട് ഇങ്ങോട്ട് തട്ടി കൊടുക്കുക. അതിൻ്റെ മേലെ കൂടി ഒരല്പം കായപ്പൊടി, അതേപോലെ തന്നെ വിനാഗിരി എസൻസ് ഒഴിക്കണം കേട്ടോ. പൈനാപ്പിൾ നല്ല വെള്ളം ഇറങ്ങി വരുമ്പോൾ വാട്ടർ വിനാഗിരി ഒഴിച്ചാൽ വെള്ളം ഓവറാവും. അപ്പോൾ എസൻസ് ഒഴിച്ചാൽ മതി. എസൻസ് ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു ദിവസം അവിടെ ഇരുന്നതിന് ശേഷം പിറ്റേ ദിവസം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ബിരിയാണിക്കും നെയ്ച്ചോറിക്കും ഒക്കെ അപോര കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി, സൂപ്പറാവും.